ഓക്കെ, ഇനി അടുത്തൊരു കാര്യം പറയാൻ പോവാം. ഒരിടത്ത് പുതുപ്പള്ളി എന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ? പുതുപ്പള്ളിയില് ഒരു അച്ചാച്ചനുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഞങ്ങളോട് വന്ന് സ്പെക്സ് ഒക്കെ വെച്ച് ഡാൻസ് എടുക്കുന്ന കൂട്ടത്തിൽ കുടി കൂടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു അച്ചാച്ചൻ ഓർമ്മയുണ്ട്. ആ അച്ചാച്ചനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ആ അച്ചാച്ചൻ വീട്ടിലെ മൂന്നാമത്തെ ആളായിട്ട് ജനിച്ച ആളാണ്. എത്രാമത്തെ ആളാ? മൂന്നാമത്തെ ആളാ. ഈ അച്ചാച്ചനെ ആക്ച്വലി വീട്ടുകാർ പ്ലാൻ ചെയ്ത ആളല്ല. അവർ രണ്ടുപേരുള്ളപ്പോ അവര് മതി, എല്ലാവരും മതി എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഒരു പാസ്റ്റർ വന്ന് അവരുടെ തലയിൽ ആന്റിയുടെ തലയൊക്കെ വെച്ചിട്ട് പറഞ്ഞു, മൂന്നാമത് നിനക്ക് ഒരു ആൺകുട്ടി വരുന്നുണ്ട്, അവനെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? കൊടുക്കണോന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി കൊടുക്കണം? ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കണോന്ന് പറഞ്ഞു. ഇവര് രണ്ട് പ്ലാൻ നിർത്തിയതല്ലേ, ഇവരൊട്ട് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അടുത്ത വർഷമായപ്പോ ഇവർക്ക് ആര് വന്നു? ഈ അക്കു വന്നു. ഇവരുടെ ഒറിജിനൽ നെയിം എന്നാണെന്നറിയാമോ? സനീഷ് എന്നാണ്. എന്താ? സനീഷ്. അപ്പം അക്കു വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ 3 പിള്ളേരുടെ ഉഴപ്പാരെന്നറിയോ? ഈ അക്കു. പാടിക്കാത്ത എല്ലാം കാണിച്ചിട്ടുണ്ട്. സീരിയസ്ലി, സത്യം. അവൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാണിക്കാൻ പാടില്ലാത്ത എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് അവനെ എന്തിട്ട് പിടിച്ചിരിക്കാന്നറിയോ? ഒരു ചൂണ്ട കൊടുത്തിട്ട് കർത്താവിനെ പിടിച്ചിരിക്കുക. അവൻ അങ്ങനെ 9ാം ക്ലാസ് ഫെയിലായി. എത്രാം ക്ലാസ്? 9ാം ക്ലാസ് ഫെയിലായി. 9ാം ക്ലാസ് ഫെയിലായതോടെ അവന് മനസ്സിലായി ഇനി പഠിക്കാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. പക്ഷെ അവന്റെ മമ്മി അവരോട് പറഞ്ഞു, 10ാം ക്ലാസ് നിനക്ക് ജയിക്കണം. അപ്പൊ അവന് ജയിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ അവൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, എന്നും ബൈബിൾ വായിക്കണം. അവനിത് വലിയ താല്പര്യമുള്ള കൂട്ടത്തിൽ അല്ല. കാരണം അവന്റെ പപ്പ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയാണ്. പുള്ളിയുടെ വീടിന്റെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ ഓണത്തിന് എല്ലാവരും കൂടും, ക്രിസ്മസിന് എല്ലാവരും കൂടും, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, പടക്കം പൊട്ടിയിലുണ്ട്. പെന്തിക്കോസുകാർക്ക് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവര് പെന്തിക്കോസ് എന്ന് പറയുന്നത് എന്താ? മടുപ്പ, ശോകം. പക്ഷെ ഇവന് ഏറ്റവും ഇഷ്ടം ഏതാ? എന്റെ പപ്പാടെ ഫാമിലിയാ. പപ്പാടെ ഫാമിലിക്ക് അത് വിഷു ആഘോഷിക്കും, പള്ളിക്കാരാ, പക്ഷെ വിഷു ആഘോഷിക്കും എല്ലാവരും. സന്തോഷം ആഘോഷിക്കാൻ ഇവർക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ എന്തില്ല? ആഘോഷിക്കാനുള്ള വകുപ്പ് പെന്തിക്കോസിലില്ല. അതുകൊണ്ട് ഇവന് എന്ത് ഇഷ്ടമല്ല? പെന്തിക്കോസ് ഇഷ്ടമല്ല. പക്ഷേ കർത്താവ് ഒരുത്തനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ കർത്താവ് എന്ത് ചെയ്യും? പൊക്കുക തന്നെ ചെയ്യും. ആരൊക്കെ എന്തൊക്കെ ഉടക്ക് വിചാരിച്ചാലും കർത്താവ് പൊക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പൊക്കുക തന്നെ ചെയ്യും. എങ്ങനെ കർത്താവിനെ പൊക്കിയെന്ന് എനിക്ക് പറഞ്ഞില്ല. അങ്ങനെ 10ാം ക്ലാസ്സിലെ എക്സാം അവനെ എഴുതി. ഇവന്റെ കൂട്ടുകാരെല്ലാരും ചോദിച്ചുവിടാ ജയിക്കുമോ? അവൻ പറഞ്ഞ, അമ്മയാണ് സത്യം, ഞാൻ എന്ത് ചെയ്യില്ല, ജയിക്കില്ല. കാരണം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പറ്റിയ എന്താണെന്നറിയാമോ? ഇവൻ ജയിച്ചു, ഇവന്റെ കൂട്ടുകാരെല്ലാം തോറ്റു. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ബാക്കി വരിക എന്ന് ചോദിക്കാലോ. കൂട്ടുകാരുടെ ഒരു ഗ്രൂപ്പ് വീഡിയോ കോള് ഇവരെല്ലാം കൂടെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നു. ബാക്കി അവന്മാരെല്ലാം സപ്ലൈ എഴുതാൻ പോകും. അങ്ങനെ 10ാം ക്ലാസ് ഇവൻ എന്ത് ചെയ്തു? ജയിച്ചു. +1 +2 ഇതുപോലൊക്കെ തന്നെ. +2 കഴിഞ്ഞപ്പം ഇവനൊരാഗ്രഹം. എന്താകണം? എഞ്ചിനീയർ ആകണം. എന്താകണം? നമ്മുടെ പക്ഷെ പറഞ്ഞ എഞ്ചിനീയർ ആകണം. അങ്ങനെ എഞ്ചിനീയർ ആകാൻ വേണ്ടി ഇവൻ എന്ത് ചെയ്യുക? പഠിക്കാൻ പോവാ. പക്ഷെ മക്കളെ ഇവരോട് കിടക്കുന്ന ദൂതുണ്ടായിരുന്നു ദൈവവേല. ദൈവവേലയ്ക്ക് പോകേണ്ട ആൾക്ക് വിദ്യാഭ്യാസം വേണോ? വേണ്ടേ? വിദ്യാഭ്യാസമൊക്കെ വേണം. പക്ഷെ ദൈവം പറഞ്ഞതിനെ മറുതലിച്ചു പോകുന്ന വിദ്യാഭ്യാസത്തെ കർത്താവ് എന്ത് ചെയ്യും? ഓട്ടം കിട്ടും. അത് ഉറപ്പാണ്, ഓട്ടം കിട്ടിയിരിക്കും. അങ്ങനെ ഫസ്റ്റ് ഇയർ പഠിക്കാൻ ഫസ്റ്റ് ഇയർ കയറി. നമുക്ക് ഒരു കാര്യം അറിയാമോ? ഈ അച്ഛന് പഠിക്കാൻ എന്തില്ലായിരുന്നു? കാശില്ല. എഞ്ചിനീയർ പഠിക്കുന്ന കാശ് വേണ്ടേ? പക്ഷേ ഈ അച്ഛനെ കാശില്ല. അങ്ങനെ അടുത്തൊരു 3 മാസം ഇവര് പറഞ്ഞിരിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. ഈ കൊച്ച് എക്സാം എഴുതിക്കൊണ്ടിരിക്കും. ശ്രദ്ധിക്കണേ, ഈ കൊച്ച് എക്സാം എഴുതി. അക്കു എന്ന് പറഞ്ഞ കൊച്ച് എക്സാം എഴുതിക്കൊണ്ടിരിക്കും. ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും എക്സാം എഴുതുമ്പോൾ പ്രിൻസിപ്പളും ബാക്കി ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഇവന്റെ പേപ്പർ അങ്ങോട്ട് എടുത്തു. ഇവന്റെ പേപ്പർ എടുത്തിട്ട് പറഞ്ഞു, പൈസ അടയ്ക്കാത്ത കൊച്ച് ഇവിടെ എക്സാം എന്ത് ചെയ്യണ്ട, എഴുതണം. പൈസ അടയ്ക്കാത്ത നീ ഇവിടെ എക്സാം എഴുതണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 10,250 കുഞ്ഞുങ്ങൾ ഇന്ന് എക്സാം എഴുതുന്നത് ഒരുത്തനെ മാത്രം പൊക്കി നിർത്തി അങ്ങനെ പറയും. അവന്റെ അവസ്ഥയോ ആലോചിച്ചു. അവൻ അന്ന് കാരണം വീട്ടിൽ പോയി ചോദിച്ചു, ഇതാണോ മമ്മി കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് മമ്മി പറഞ്ഞ കാര്യം? ഇതാണോ പപ്പായി മമ്മി ഒറ്റയ്ക്ക് സുശിശുവേരൊക്കെ ഇറങ്ങിയിട്ട് കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം? ഇതാണോ എന്ന് ചോദിച്ചു. പപ്പയ്ക്കും മമ്മിക്കും ആൻസർ എല്ലാം കൊടുത്തു. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കിനും എങ്ങനെയൊക്കെയോ പൈസ ക്രമീകരിച്ച് അവർ കൊടുത്തു. ഇതേ സെയിം അവസ്ഥ. ആ കൂട്ടത്തിൽ സപ്ലൈ എഴുതി
തോറ്റിരിക്കും. അപ്പൊ ഇവൻ വീണ്ടും കർത്താവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറയും. എന്താ കർത്താവ്, ഞാൻ മാത്രമല്ല ഇങ്ങനെ? അവന്റെ ചേച്ചിയാണെങ്കിൽ എയർപോർട്ടിൽ കയറി, അവന്റെ ചേട്ടനും എയർപോർട്ടിൽ കയറി. അപ്പൊ ഇവൻ ഭയങ്കര സങ്കടം. ഇവൻ മാത്രം കസിൻസ് ഒക്കെ ചോദിക്കുമ്പോ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ജോലിക്ക് കയറും. ഇവൻ മാത്രം എന്ത് ചെയ്യുക, സപ്ലൈ എഴുതി കാണും. അവസാനം വീട്ടിൽ നിന്ന് മുത്ത് കേൾക്കാൻ പറ്റും. കേൾക്കോ ഇല്ലയോ? ഒത്തിരി എക്സാംസ് വീട്ടിൽ നിന്ന് മുത്ത് കേൾക്കോ ഇല്ലയോ? കേൾക്കും. നല്ല രീതിയിൽ ഇവൻ കിട്ടും. ഇവൻ എന്ത് ചെയ്തു, ഒരു തീരുമാനം എടുത്തു, ജോലിക്ക് പോകാം. എന്തിനു പോവാം? ജോലിക്ക്. ഇവൻ ആദ്യം പോയി ജോലി ചെയ്യാൻ അറിയാവോ? ഹോട്ടലില് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡ് തുടങ്ങുന്ന ജോലി കേട്ടിട്ടുണ്ടോ? ടേബിളിൽ. അങ്ങനെ ഒരു ദിവസം ഇവൻ ആ ജോലി ചെയ്തോണ്ടിരിക്കുന്നത് ഇവനെ പഠിപ്പിച്ച സാറുമാരും ഇവന്റെ കൂട്ടുകാരും കൂടെ കയറിയോ? എവിടെ പഠിപ്പിച്ച? എഞ്ചിനീയറിംഗ് പഠിപ്പിച്ച സാറുമാരും ടീച്ചേഴ്സും കൂടെ. ഒരു സാറിന്റെ ബർത്ത്ഡേ ആയിരുന്നു, സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. ഇവൻ വേണം ഫുഡ് എന്ത് ചെയ്യാൻ, സെർവ് ചെയ്യാൻ. ഇവൻ പോവോ? നിങ്ങൾ പറഞ്ഞു ഇവന് പോകാൻ പറ്റുമോ? പോകാൻ പറ്റത്തില്ല. ഇവൻ എന്ത് ചെയ്തു, പോയി ഒളിച്ചു. ഇവന്റെ മാനേജർ ഇത് കണ്ടു, ക്യാമറ കൂടെ കണ്ടു. ഇവന്റെ മാനേജർ ഇവനെ ഫയർ ഔട്ട് ചെയ്തു, പുറത്തേക്ക്. പിറ്റേന്ന് ഇവൻ വേറൊരു സ്ഥലത്ത് ജോലിക്ക് കയറി, തുടങ്ങാനൊക്കെ തുടങ്ങി. അവിടെ ഇതുപോലെ കസിൻസ് വന്നു, ഇവനിവിടെ ജോലി കഴിക്കാൻ പറ്റാതെ. അങ്ങനെ ഇവൻ പെട്ട് തകർന്ന് നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചയിൽ എന്റെ പപ്പായെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാവുന്ന ആളാണ് എന്റെ പപ്പ. ഫസ്റ്റ് കേക്ക് അയച്ചു കഴിഞ്ഞു ഞങ്ങളുടെ സഭയിലോട്ടാണ് വരുന്നത്. ഞങ്ങളുടെ സഭയിൽ വന്നു കഴിഞ്ഞ് പപ്പ ഇവരോട് ചോദിച്ചു, എന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു. അതുകൊണ്ട് കേട്ടപ്പോൾ ഇവർ ശരിക്കും തകർന്നു. കാരണം ഇവന് ഉദ്ദേശം ഇല്ലാഞ്ഞിട്ടല്ലാണോ, ഇവർ പഠിക്കാൻ ഉദ്ദേശിച്ചല്ലേ ഇവൻ എഞ്ചിനീയറിംഗ് പോയത്. പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല, സാഹചര്യം അങ്ങനെ ആയിട്ട്. പപ്പ വന്നൊരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ ഏവിയേഷൻ പഠിപ്പിക്കാം. എന്ത് പഠിപ്പിക്കാം? കാരണം ചേട്ടന് ഏവിയേഷൻ പഠിപ്പിക്കാൻ. അങ്ങനെ ഇവനെ ഏവിയേഷൻ പഠിപ്പിച്ചു. ആര് പഠിപ്പിച്ചു? എന്റെ പപ്പ പഠിപ്പിച്ചു. പഠിപ്പിച്ചെല്ലാം കൊച്ചിന് ഏവിയേഷൻ ഭയങ്കര റാങ്കോടെ പാസ്. ഫസ്റ്റ് റാങ്കോടെ കൊച്ചു പാസ്സായി. ഇവൻ ആദ്യത്തെ സെലക്ഷൻ എടുത്ത് എവിടെ അറിയും? ബാംഗ്ലൂർ എയർപോർട്ടിൽ കൊച്ചിന് സെലക്ഷൻ. ഇവൻ ഭയങ്കര ഹാപ്പി. നിന്ദിച്ച അവളെല്ലാം മുമ്പിൽ കർത്താവിനെ എന്ത് ചെയ്തു, മാനിച്ചു. ഇവൻ ഭയങ്കര ഹാപ്പിയായി. ഇവൻ അവിടെ ജോലിക്ക് കയറി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സായിപ്പ് ആസ് എ വിസിറ്റർ, എയർപോർട്ടല്ലേ ഒത്തിരി പേര് വരുന്നു. അങ്ങനെ ഇവനായിരുന്നു ഈ സായിപ്പിന്റെ നോക്കുന്നയാള്. പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്നത്. പാസ്പോർട്ട് ചെക്ക് ചെയ്തപ്പോൾ ഈ ഫ്ലൈറ്റ് 1.5 hour ഡിലേ ആണ്. താമസം ഈ ഫ്ലൈറ്റ് പറഞ്ഞോളൂ. അപ്പൊ ഇവരോട് ചോദിച്ചു, എവിടെയാ റെസ്റ്റ് റൂം, എവിടെയാന്ന് ചോദിച്ചു. ഇവർ റെസ്റ്റ് റൂം കാണിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോ ഇദ്ദേഹം ഒരു പാസ്റ്ററായിരുന്നു. ഇദ്ദേഹം ചോദിച്ചു, നീ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാനിവിടെ ജോലി ചെയ്യുമോ, നിന്നെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി ഇതല്ലല്ലോ എന്ന് പറഞ്ഞു. ഇവന്റെ അകത്തൊരു ഇടിപാട് വേണ്ടി കർത്താവ് ഇവിടെ വന്നിട്ട് ഒരു സ്വസ്ഥത തരത്തില്ലല്ലോ എന്ന് ഉടനെ പറഞ്ഞു, നിന്നെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി നീ ആരാകണോ എന്നുള്ളതാണ്. ദൈവത്തിന്റെ വേല ചെയ്ത ഒരു പാസ്റ്റർ ആവണം, ഒരു അഭിഷക്തനാവണം. ഇവൻ ചിരിച്ച്, ആ ശരി ഓക്കെ ഞാൻ ആയിക്കോളാം എന്നൊക്കെ പറഞ്ഞു. ഇവൻ എന്ത് ചെയ്തു, പറഞ്ഞു പോട്ടു. മക്കളെയും കർത്താവിന്റെ ബാക്കി ഇവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, അനുസരിച്ച്. കർത്താവ് എത്ര വട്ടം ക്ഷമിച്ചു? 10ാം ക്ലാസ് കൊടുത്ത് കർത്താവ് എന്നെ ക്ഷമിക്കുക അല്ലേ? ഇവൻ ചെയ്ത ഓരോ കാര്യത്തിനും കർത്താവ് ക്ഷമിച്ചുകൊണ്ടിരിക്കുക. 10ാം ക്ലാസ് ക്ഷമിച്ചു, +2 ക്ഷമിച്ചു, ഡിഗ്രിക്ക് ക്ഷമിച്ചു. ക്ഷമ മാത്രം നടക്കുന്നുണ്ട്. ഇവൻ അനുസരണത്തോട് ഒരു കുറവോ നടക്കുന്നില്ല. എന്താ സംഭവിച്ചെന്ന് പറയാം മക്കൾക്ക്? 23 വയസ്സുള്ളപ്പോൾ പക്ഷെ ഒരു കണ്ടീഷൻ, 6 മാസത്തേക്ക് ഞാൻ എന്ത് ചെയ്തില്ല, 6 മാസത്തേക്ക് ഞാൻ എന്ത് ചെയ്തില്ല, ജോലി വിട്ട് ഇറങ്ങത്തില്ല. ഈ 6 മാസം കൊണ്ട് എനിക്ക് ജോലി പ്രൊമോഷൻ തരണം, എന്റെ ചേച്ചിയുടെ കല്യാണം നടക്കണം, ബാധ്യതകളെല്ലാം തീർക്കണം. എന്റെ പപ്പയ്ക്ക് കുറെ കടബാധ്യതകളുണ്ട്. ഇതെല്ലാം തീർക്കുവാണ് ഞാൻ എന്ത് ചെയ്യാം, കർത്താവിനെ ഇവനൊന്ന് ടെസ്റ്റ് ചെയ്യും. കർത്താവിനെ കൂടെ പറ്റത്തരം പുള്ളി ഉദ്ദേശിച്ചു 6 മാസം കൊണ്ട്. കർത്താവ് ആര് ശരിക്കും? ഒറ്റ വാക്കുകൊണ്ട് ഈ ഭൂമിയെ ഭൂമണ്ഡലത്തെ സൃഷ്ടിച്ച കർത്താവിനെടുത്ത് ഇവൻ ചലച്ചു കൊടുക്കുക. 6 മാസം കർത്താവിന് ടൈം തരാം. 6 മാസം കൊണ്ട് ഇതൊക്കെ ശരിയാക്കുവാണ് ഞാൻ എന്ത് ചെയ്തോളാം. ദൈവമായിക്കോട്ടെ ഇറങ്ങിക്കോളാം. നമുക്ക് കേൾക്കണം, 3ാം മാസത്തിൽ ഇവന്റെ ചേച്ചിയുടെ കല്യാണം. ബാക്കി 3 മാസം കൊണ്ട് 3 മാസം ജോലി ചെയ്യാൻ ജപ്പാൻ എയർവേസിൽ ഇവന് കോള് വരും. ഇന്റർവ്യൂ ഇവൻ പാസ്സായി. ഇവ പറഞ്ഞ ജോലി പീക്കിലവർ വേണം. ജോലി പീക്കിലവർ കർത്താവ് എന്ത് ചെയ്തു കൊടുത്തു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, കടബാധ്യതകൾ തീർന്നു. 6ാം മാസത്തിൽ 5ാം മാസം ആയപ്പോ ഇവൻ ചിന്തിച്ചു, ഈ 1 മാസം കൂടെ ഉണ്ട്, കുഴപ്പമില്ലാതെ ബാക്കി കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ജോലിയൊക്കെ ചെയ്ത് തട്ടിമുട്ടിയും ദൈവവേല ചെയ്ത് പോകാം. കർത്താവിനെ പറ്റിക്കാൻ പറ്റുമോ? കർത്താവിനെ പറ്റിക്കാൻ പറ്റുമോ? 6ാം മാസം കഴിഞ്ഞപ്പോൾ ഇവന്റെ ചേട്ടത്തിയുടെ കല്യാണത്തിൽ ബന്ധപ്പെടിയോ വന്നു. ഡിസംബറിലായിരുന്നു ചേച്ചിയുടെ കല്യാണത്തിൽ ബന്ധപ്പെട്ട്
23 വയസ്സുള്ള ചെറുക്കത്തെ ബ്ലഡ് ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഷുഗറിന്റെ ലെവൽ 408. എന്തുവായി? ഷുഗറിന്റെ ലെവൽ എത്രയാ? ഇപ്പൊ നിങ്ങൾ കണ്ട അക്കു അല്ലായിരുന്നു. നല്ല വണ്ണവും നല്ല പൊക്കം ഉണ്ടായിരുന്ന ചെറുക്കനായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവന്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ്. അക്കോടെ വന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ്. ആ അവസ്ഥയിലോട്ട് മാറിയത് ഷുഗർ പിടിച്ചിട്ടാണ്. നിങ്ങൾക്ക് കാര്യം അറിയാമോ? എയർപോർട്ടിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യം. എന്താ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്? അത് ഷുഗർ പാടില്ല, പക്ക ബോഡി ആയിരിക്കണം, എന്നാലേ എവിടെ കയറത്തുള്ളൂ, എയർപോർട്ടിൽ കയറാൻ പറ്റത്തുള്ളൂ. ഇവന്റെ അവസ്ഥ നമ്മൾ ആലോചിച്ച്, 23 വയസ്സുള്ള ഒരു കുഞ്ഞ് ഷുഗർ പിടിച്ച് വണ്ണം ഭയങ്കരമായിട്ട് കുറയുന്നു. ഇവരൊക്കെ മൈൻഡ് ചെയ്യാതെ വീണ്ടും ജോലിക്ക് വരുന്നു കേട്ടോ. കർത്താവിനെ വീണ്ടും മറുതലിക്കുവാന്ന് ഓർക്കണേ. ജോലി മൈൻഡ് ചെയ്ത് വേണ്ടി ജപ്പാൻ എയർവേസിന് കിട്ടിയല്ലേ ഇപ്പൊ പോയി. ഇവിടുന്ന് ജപ്പാനിലോട്ട് പോകുന്ന കോട്ടയം വണ്ടി കയറി മക്കളെ തൃശ്ശൂർ എത്തിയപ്പോ ഇവര് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. താന്റീന് മൂത്രം പോകാനാണ്. ഒന്ന് ആലോചിച്ച് വയ്ക്കുകയും ഒന്ന് ആലോചിക്കുക. ആ 23 വയസ്സുള്ള ചെറുക്കൻ്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കും. എല്ലാവരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് ഷുഗറിന്റെ അളവ് കൂടിയിട്ട് പാൻറ്റീന്ന് മൂത്രം പോയിട്ട് ഇവന് പറ്റാണ്ട അവസ്ഥയിൽ ഇവർ ഓടി ചെന്ന് ഫ്രണ്ടിൽ നിന്ന് ഡ്രൈവറിനോട് പറഞ്ഞു വണ്ടി നിർത്തണമെന്ന് പറഞ്ഞു. വണ്ടിയിൽ ഇറങ്ങി ബാത്റൂമിൽ പോയി വേറെ പാൻറ്റ് എടുത്തിട്ടു. ഇവര് വെല്ലാണ്ട് അണയ്ക്കാൻ തുടങ്ങി. വെള്ളം കുടിച്ചു. സെറ്റാകാൻ പറ്റുന്നില്ല. ഇവന്റെ തലയൊക്കെ കറങ്ങുന്നു. ഇവനൊട്ടും പറ്റുന്നില്ല. ഷുഗറിന്റെ ലെവൽ നോക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറിനെ ഇവനെ കണ്ടപ്പോൾ മന്തികളെടുത്തു. ഡോക്ടർ തോന്നി പറഞ്ഞു, നിന്റെ ഒരു കിഡ്നി അടിച്ചു പോയി. നിങ്ങളുടെ മുമ്പിൽ കിടന്ന ചാടി ചെറുക്കനില്ലേ, അവന്റെ ഒരു കിഡ്നി എന്ത് ചെയ്തതാണ്? അടിച്ചു പോയി. എന്ത് കാരണം? ഷുഗർ കാരണം. പറ്റാണ്ട, ഇവനൊട്ടും പറ്റാണ്ട്. ഇവൻ വിഷമിച്ച് പോകുന്ന യാത്ര ക്യാൻസൽ ചെയ്യുമ്പോൾ തിരിച്ച് പുതുപ്പള്ളി പോകും. ഞാനും പപ്പായും മമ്മിയും ഞങ്ങൾ എല്ലാവരും കൂടെ ഇവരെ കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചു, ഭയങ്കര വിഷമിച്ച് തകർന്ന് കുഞ്ഞിരിക്കുക. 23 വയസ്സുള്ളപ്പോൾ അവന്റെ ജീവിതം എന്തായി? ശൂന്യമായി. അപ്പൊ ചോദിച്ചൊരു ചോദ്യമുണ്ട്. 10ാം ക്ലാസ്സിൽ തന്നെ വിധിവിച്ച് ഇവിടം വരെ കൊണ്ട് എത്തിച്ച് ഈ ഒരു ലെവലിലാക്കാൻ ആരെന്നൊക്കെ ചോദിക്കുക. ചേച്ചി ഒരൊറ്റ ചോദ്യം ഇവരോട് ചോദിച്ചോളൂ, മോനെ കൊച്ചു ദൈവത്തോട് എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇപ്പം പറഞ്ഞു ഉണ്ടായിരുന്നു. 6 മാസം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തോളാം, ജോലി വിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങി. എന്നിട്ട് മോനെ ഇറങ്ങിയോ? ഇല്ല ചേച്ചി ഞാൻ ഇറങ്ങിയില്ല. ചേച്ചി ഞാൻ ജോലിക്ക് ഇറങ്ങി, ഇവിടുത്തെ കാര്യം ആര് നോക്കും? പപ്പയ്ക്ക് ജോലിയില്ല, മമ്മിക്ക് ജോലിയില്ല, ചേച്ചി കെട്ടിച്ചു വിട്ടു, അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ നോക്കേണ്ട വീട്. ഞാൻ പറഞ്ഞ മോനെ നീ ഇറങ്ങുന്ന ജോലിയുടെ പ്രത്യേകത എന്താണെന്ന് നിനക്ക് അറിയാമോ? ബാക്കി എല്ലാ ജോലിയേക്കാളും ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന ജോലിക്കാണ് നീ ഇറങ്ങാൻ പോകുന്നത്. ദൈവ വേലയ്ക്ക് ഇറങ്ങുന്ന ഒരുത്തനെ തല കുനിക്കാൻ എന്റെ കർത്താവ് എന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല. ഞാനൊരു പാസ്റ്റർ മോളാണ്. ചേച്ചി ഒത്തിരി പട്ടിണി കടന്നിട്ടുണ്ട്, ഒത്തിരി സങ്കടം സഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ചേച്ചിയുടെ തല കുനിയെ കർത്താവ് എന്ത് ചെയ്തിട്ടില്ല, അനുവദിച്ചില്ല. ചേച്ചി നിന്നിച്ചിടത്തൊക്കെ എന്റെ കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്, മാനിച്ചിട്ടുണ്ട്. മോനെ കർത്താവ് എന്ത് ചെയ്യും, മാനിക്കും. മനസ്സില്ല മനസ്സോടെ ആ കട്ടിലെ കിടക്കോട്ടോ, എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല. അവന് കിടന്ന കിടപ്പിൽ അവൻ മുട്ടയിലിരുന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇന്നു മുതൽ ഞാൻ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ എന്ത് ചെയ്യുക, സമർപ്പിക്കുക. ബാക്കി കാര്യങ്ങളാണ് അവന് അറിയത്തില്ല കേട്ടോ. ജോലി റിസൈൻ ചെയ്യണം, കാര്യങ്ങളൊക്കെ. ഇപ്പൊ ജസ്റ്റ് മെഡിക്കൽ ചെക്കപ്പ് നടത്താൻ വേണ്ടി ഒരു കിഡ്നി എന്തായി അടിച്ചു. ഷുഗർ ലെവൽ ഹൈയാ, 408 തന്നെ നിൽക്കുമോ, ഒരു രക്ഷയില്ല. ഭയങ്കര തളർച്ച. വെള്ളം കുടിക്കണം, 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ ബാത്റൂമിൽ പോകണം. ഒട്ടും വയ്യാത്ത അവസ്ഥ. ഇവൻ തീരുമാനമെടുത്തു, മക്കളെ ഇവനാരോടും ചോദിക്കാണ്ട് ഒരാഴ്ച ഫാസ്റ്റിംഗ് കൊടുത്തു. ഒരാഴ്ച എന്തിനെടുത്തെന്നറിയോ? എനിക്ക് ഇതിനുള്ള ആത്മബലം കിട്ടും. ഇവരൊറ്റ കാര്യം പറഞ്ഞു, കർത്താവ് ദൈവത്തിന് വിലയ്ക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ എന്റെ ഷുഗർ നോർമലാവണം, എന്റെ കിഡ്നി നോർമലാവണം, എന്റെ ആരോഗ്യമുള്ള ഒരു ശരീരം എനിക്ക് തന്ന ഞാൻ ദൈവത്തിന്റെ വിലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. കർത്താവ് ആ വാക്കിന് അപ്പം ഒപ്പിട്ടു. മകൾക്ക് കേൾക്കണോ? ഒരാഴ്ചത്തെ ഫാസ്റ്റിംഗ് കഴിഞ്ഞു. അക്കു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ അവന്റെ 2 കിഡ്നി പെർഫെക്റ്റ്ലി ഓക്കെ. ഒരു മനുഷ്യന് എത്രത്തോളം ഷുഗർ ലെവൽ വേണോ അത്ര തന്നെ കർത്താവിന് കൊടുത്തു. ഇന്ന് ആ കുഞ്ഞ് എവിടെ പഠിക്കുന്ന അറിയോ? മണക്കാല ബൈബിൾ കോളേജിൽ പാസ്റ്റർ ആകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കാര്യം അറിയോ? അവനുണ്ടായിരുന്ന കടബാധ്യതകൾ എന്റെ ദൈവം അത്ഭുതകരമായി എടുത്തു മാറ്റി. അവന് എല്ലാ ആഴ്ചയിലും അവന്റെ വീട്ടിൽ കടക്കാർ വരുമായിരുന്നു. അതൊക്കെ കൊണ്ട് ഇവൻ ജോലിക്ക് ഇറങ്ങേണ്ടി വന്നത്. എല്ലാ ആഴ്ചയിലും വരും. ഇവൻ ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ചു. പിറ്റേ ആഴ്ച കടക്കാർ വരുന്നപ്പോ ഇവന്റെ പപ്പ പേടിച്ചു. കാരണം പപ്പയുടെ പൈസ ഇല്ല കൊടുക്കാൻ.
വിചാരിച്ചു നാട്ടുകാർ മൊത്തം കേൾക്കി ഇയാൾ എന്ത് പറയും, വടക്കുണ്ടാക്കും. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ആദ്യത്തെ ഇൻസിഡന്റ് ആയിരിക്കും ഫേസ് ചെയ്യാൻ പോവാ. മുറിക്കകത്ത് കയറി കാലം നിർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പുള്ളി നേരെ ഇങ്ങോട്ട് അകത്തോട്ട് കയറി നിന്നിട്ടുണ്ട്. ബുക്ക് എടുത്ത് പുള്ളിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മാനേജർ പറയുക സന്തോഷ്, ഇവന്റെ പപ്പാടെ പേര് സന്തോഷ് എന്നാണ്, സന്തോഷ് ജോസഫിന്റെ കടം ഇനി കൊടുക്കണ്ട, അവര് വെട്ടിക്കളഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. എന്താ റീസൺ അവർക്ക് അറിയത്തില്ല. ഈ നിമിഷം വരെ അവർക്ക് അറിയത്തില്ല എന്തിനാ അവരെ കടം വെട്ടിയത്. ഈ നിമിഷം വരെ അവർക്ക് അറിയത്തില്ല. അവർക്ക് ഒത്തിരി കടബാധ്യതകളെല്ലാം കർത്താവ് എന്ത് ചെയ്തു, വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതോടെ കർത്താവ് മാറ്റി. ഇന്ന് ആ കുഞ്ഞ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടല്ലോ കുഞ്ഞിനെ, അവനെ കണ്ട പറയോ ഷുഗർ ഉള്ള കൊച്ചാണ്. അവനെ കണ്ട അവന്റെ ആക്ഷൻ നിങ്ങൾ കണ്ടില്ലേ, അവന്റെ പാട്ട് നിങ്ങൾ കണ്ടില്ലേ, അവനെ കണ്ടാ പറയും ഷുഗർ ഉള്ള കൊച്ചു, ഒരു കിഡ്നി പോയ കൊച്ചെന്ന് കണ്ടാ പറയുമോ? ദൈവത്തിന് വേണ്ടി ഇറങ്ങിയവരെ ആരും എന്റെ കർത്താവ് എന്ത് ചെയ്യത്തില്ല, തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ചേച്ചി ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ എത്ര പേര് ഇതുപോലെ ദൈവത്തിന്റെ വാക്ക് കേട്ടവരാ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഉള്ളവരാന്ന് കേട്ടവരെ മാത്രം ഒന്ന് കൈവക്കിക്കേ. ചെറുപ്പം തൊട്ടേ ആരും കേട്ടിട്ടില്ലെന്ന് പറയല്ലേ. ദൈവത്തിന് ഒരാളെങ്കിലും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഉള്ളവരാന്ന് ഇന്ന് കേട്ടിട്ടുള്ളവരായിരിക്കും. ചെറുപ്പം തൊട്ട് മേ ബി പേരൻസ് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ പാസ്റ്റേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവാം. ഉണ്ടല്ലോ, സത്യസന്ധമായിട്ട് പറയാം, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ താല്പര്യമുണ്ടോ? സത്യസന്ധമല്ലോ ഉണ്ട്. പാസ്റ്റർ മോളോട് ജനിച്ചിട്ട് നിനക്ക് താല്പര്യമുണ്ട്? എത്ര വയസ്സുണ്ട്? 13. അതിന്റെയാണ് ഒരു 18 കഴിയണം. ഒത്തിരി പ്രതികൂലം വരുമ്പോഴത്തേക്ക് ഈ താല്പര്യം എന്ത് ചെയ്യും, നന്നായിട്ട് കുറയും. കാരണം പാസ്റ്റർമാരുടെ ലൈഫ് അത്ര എളുപ്പമാണോ? പാസ്റ്റർമാരായിട്ടുള്ളവർ പറ, അത്ര എളുപ്പമാണോ? പാസ്റ്റർമാരുടെ ജീവിതം അത്ര എളുപ്പമാണോ? ഒരിക്കലും അല്ല. പാസ്റ്റർമാരുടെ മക്കളുടെ ജീവിതം അത്ര എളുപ്പമാണോ? ഒരിക്കലും അല്ല. വിശ്വാസികളുടെ മക്കൾക്ക് എന്തും ആകാം, പാസ്റ്റർമാരുടെ മക്കൾക്ക് പറ്റുമോ? പറ്റുകയല്ല. ഒത്തിരി ബുദ്ധിമുട്ടി കൂടെ പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ആവാം ചേച്ചിക്ക് അറിയില്ല. പക്ഷേ ചേച്ചി ഒരു കാര്യം, ദൈവവേല മാത്രം, ദൈവവേല എന്ന് പറഞ്ഞ പാസ്റ്റർ ഉദ്യോഗം മാത്രമാണ് നമ്മുടെ ദൈവവേല. ഞങ്ങൾ ചെയ്യുന്ന ദൈവവേലയാണോ? VBS മിനിസ്റ്റർ ദൈവവേലയാണോ? അതെ. ട്രാക്ട് കൊടുക്കുന്ന ദൈവവേലയാണോ? വീടുകളിൽ പോയി സൂക്ഷിച്ച് അറിയിക്കുന്ന ദൈവവേലയാണോ? ഒരു കുട്ടിക്കെങ്കിലും ദൈവത്തിന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് ട്യൂഷൻ എടുക്കുന്ന ദൈവവേലയാണോ? നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് ദൈവത്തിനെ പറ്റി പറയുന്ന ദൈവവേലയാണോ? നമുക്ക് ജോലി ചെയ്തതുകൊണ്ടും എന്ത് ചെയ്യാം, ദൈവവേല ചെയ്യാം. പാസ്റ്റായിട്ട് മാത്രമല്ല ദൈവവേല. ആണോ പാസ്റ്റർ? പാസ്റ്റായിട്ട് മാത്രമാണോ ദൈവവേല ചെയ്യാൻ പറ്റുന്നത്? അല്ല. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ദൈവവേല. ഈ ട്രാക്ട് കൊടുക്കുന്നവർ മാത്രം ഒന്ന് കൈവയ്ക്കേ. ട്രാക്ട് കൊടുത്തവര്, കൊടുത്തിട്ടുള്ളവരെ കൈവക്കാം. ട്രാക്ട് കൊടുത്തിട്ടുള്ളവര്, ട്രാക്ട് കൊടുക്കാൻ മടിയുള്ളവർ കൈവയ്ക്കും. സത്സംഗം പറഞ്ഞേ, മടിയില്ല. ആരെ കണ്ടാലും നിങ്ങൾ ട്രാക്ട് കൊടുക്കും. കൊടുക്കൂല്ലോ? സത്സംഗം പറ, ആരെ കണ്ടാലും കൊടുക്കും. പാസ്റ്റർ നാളെ റാലിക്ക് പോകുമ്പോ സാജി നാളെ റാലിക്ക് ഒരു കെട്ട് ട്രാക്ട് കൊടുക്കും, കൊണ്ടുവരണം. നമ്മുടെ കൈവക്കുള്ള എല്ലാ പിള്ളേരും, പണിയല്ല, പണിയായിട്ട് ചിന്തിക്കില്ല, കൈവക്കുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നാളെ ട്രാക്ട് കൊണ്ട് കണ്ടിരിക്കണം. വരുന്ന എല്ലാ കടകളിലും എല്ലാ വീടുകളിലും നിങ്ങൾ കയറി കൊടുക്കണം. എന്തിനാ ചെയ്യിപ്പിക്കുന്നത്? എന്തിനാ ചെയ്യിപ്പിക്കുന്നത്? ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് കൂട്ടുകാരുണ്ട്? എല്ലാവർക്കും ഉണ്ട്. കൂട്ടുകാരില്ലേ? നിനക്കില്ലേ കൂട്ടുകാര്? ഉണ്ട്. ഇല്ലേ? ആ, കൂട്ടുകാരുണ്ട്. കൂട്ടുകാരുടെ പ്രത്യേകത ചങ്ക് പറിച്ചു തരും, ജീവൻ തരുമോ? പക്ഷെ നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നവനാര്? കർത്താവ് ഒരൊറ്റ കാര്യം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താ അറിയോ? ഭൂമിയുടെ അറ്റം വരെ കർത്താവിന്റെ ആരാധന സാക്ഷികൾ നമ്മൾ ആകാറുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഒരാളോടെങ്കിലും ദൈവവചനം പറയുന്നവർ, ദൈവത്തെ പറ്റി പറയുന്നവർ ദൈവത്തിലേക്ക് ആരെങ്കിലും ഉണ്ടോ? ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 33 തിരുവയസ്സിലെ രക്തം കർത്താവ് എങ്ങനെ നമുക്ക് ചീന്തി തന്നെന്ന് ഓർമ്മയുണ്ടോ? എങ്ങനെയാ? കാൽവരി ക്രൂശിൽ 2 കൈകളും ആണിമേൽ തറച്ച്, 2 കാലുകളും ആണിമേൽ തറച്ച്, തലയിൽ മുൾക്കിരീടം വെച്ച് നമുക്ക് വേണ്ടി ലാസ്റ്റ് ബ്ലഡ് വരെ തന്ന കർത്താവിനെ കുറിച്ച് ഒരു ദിവസം ഒരു വട്ടം പോലും പറയാതിരിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു കുറ്റബോധം തോന്നുന്നില്ല? ഒരു കുറ്റബോധം പോലും തോന്നുന്നില്ല? ഞാൻ കാര്യം പറഞ്ഞ മക്കളെ, നിങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു കാര്യം ചേച്ചി പറയട്ടെ. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? യേശുവിന്റെ മുറിവിന് നമ്മൾ ആഴം കൂട്ടുക. നമ്മുടെ കയ്യിൽ ഒരു മുള്ളു കൊണ്ടു, നമ്മുടെ കയ്യിൽ എന്ത് കൊണ്ടു? ഒരു മുള്ളു കൊണ്ടു. ഒന്ന് താങ്ങിയാൽ നമുക്ക് വേദന എടുക്കുമോ? അപ്പൊ നമ്മുടെ കാരണം യേശുവിന്റെ മുറിവിന് ആഴം കൂടുമ്പോൾ യേശുവിന് വേദന എടുക്കത്തില്ലേ? എന്നിട്ടും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് യേശുവിന്റെ ആൻസർ തരാറില്ലേ? അക്കുവിന് വേണ്ടി ക്ഷമിച്ച ദൈവം തന്നെയല്ലേ നമുക്ക് വേണ്ടി ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത്?
അക്കുവിന്റെ 10ാം ക്ലാസ് കൊണ്ട് കർത്താവ് ക്ഷമിക്കാം, 10, +2, ഡിഗ്രി ഒക്കെ കർത്താവ് ക്ഷമിച്ചു, ജോലിക്ക് കയറി കർത്താവ് ക്ഷമിച്ചു, അവൻ പറഞ്ഞൊക്കെ കർത്താവ് ചെയ്തു കൊടുത്തു. നമുക്ക് അങ്ങനെ തന്നെയല്ലേ? കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യാൻ കിട്ടും, കർത്താവിന് വേണ്ടി നമ്മൾ പോകാൻ കിട്ടും, കർത്താവിന്റെ കാര്യങ്ങൾ കൊണ്ട് ഉന്മേഷത്തോടെ ചെയ്യാൻ കിട്ടും. നമ്മുടെ കാര്യങ്ങൾ കർത്താവ് നടത്തി തരാറില്ലേ? പ്രാർത്ഥിച്ച കാര്യത്തിലൊക്കെ കർത്താവ് ആക്സസ് തന്നിട്ടില്ലേ? മക്കളെ, ഇന്ന് മുതൽ നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാം. ഇന്ന് മുതൽ യേശുക്രിസ്തുവിനെ പറ്റി ഒരാളോടെങ്കിലും ജസ്റ്റ് വാട്സപ്പിലാണെങ്കിലും നമ്മുടെ അടുത്ത് നമ്മുടെ ബെസ്റ്റീസോ ഫ്രണ്ട്സ് ഒക്കെ പറയണം ഒട്ടും വൈകണം, മനസ്സിന് ഭയങ്കര ഭാരമാണെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുന്നത്? പോട്ടണം, നിനക്ക് ഞാനുണ്ടോ? അതല്ലേ പറയുന്നേ? ആ പറച്ചിലും നിർത്തണം. പകരം ആരെ പറ്റി പറയണം? എടാ പോട്ടടാ, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ സ്ലാങ് മാറണം മക്കളെ, നമ്മുടെ രീതി മാറണം. നമ്മൾ ഈ ലോകക്കാരല്ല മക്കളെ. നമ്മൾ എവിടത്തെ പോകേണ്ടവരെ? നമ്മള് സ്വർഗത്തിൽ പോയി. നമുക്ക് നിത്യമായ ഒരു ഭാഗം നമുക്ക് എവിടെയുണ്ട്? സ്വർഗത്തിലാണ്. നമ്മുടെ ഉദ്ദേശം അങ്ങോട്ട് പോകാനാണ്. നമ്മൾ ഇവിടെ നിൽക്കേണ്ടവരല്ല. നമ്മൾ കാരണം ഒരാളെങ്കിലും യേശുവിനെ എന്ത് ചെയ്യണം? അറിയണം. അറിഞ്ഞിട്ടുണ്ടോ? നമ്മളെ കാരണം രക്ഷിക്കപ്പെടുത്തി നിങ്ങൾ രക്ഷിക്കപ്പെടുത്തിയ പിള്ളേരുടെ നമ്പർ ഒന്ന് പറയാൻ പറ്റുമോ? ഒരാളെങ്കിലും രക്ഷിക്കപ്പെടുത്തിയിട്ടുണ്ടോ? VBS വാ, VBS ഡയറക്ടർ സൈഡ് വാ. എത്ര കുഞ്ഞുങ്ങളെ രക്ഷിക്കപ്പെടുത്താന്ന് അറിയോ? എത്ര കുഞ്ഞുങ്ങളെ? നമുക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഇച്ചിരി ആണെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യണം മക്കളെ. ഇല്ലെങ്കിൽ കർത്താവിന്റെ മുറിവിന് നമ്മൾ എന്ത് ചെയ്യുക? ആഴം കൂട്ടുക. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളെ കാണാൻ പാടുള്ളത് മാത്രമാണ് മക്കളെ കാണുന്നത് ഫോണിൽ. സത്യസന്ധമായിട്ട് പറഞ്ഞു, കാണാൻ പാടുള്ളത് മാത്രമാണ് മക്കളെ നമ്മൾ കാണുന്നത്. ചാറ്റ് ചെയ്യേണ്ടവരോട് മാത്രമാണ് മക്കളെ നമ്മൾ ചാറ്റ് ചെയ്യുന്നത്. ഒരു ഹായ് വന്നാൽ തിരിച്ച് ഹായ് അയക്കേണ്ടതാണോ എന്ന് ആലോചിച്ചിട്ടാണ് മക്കളെ നമ്മൾ ഹായ് അയക്കുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ യേശുവിന്റെ മുറിവിന് എന്ത് ചെയ്യുക? യേശുവിനെ രക്ഷകന കർത്താവുമായി സ്വീകരിച്ചു. നിന്റെ ഹൃദയത്തിൽ ആരിയ്ക്കുക? യേശു ഇരിക്കുക. യേശുവിനെ ഹൃദയത്തിൽ വെച്ചിട്ട് അരുതാത്ത വഴി കൂടെ പോകുമ്പോ യേശുവിന്റെ കാലിന് എന്ത് ചെയ്യുക? മുറിവിനെ നീക്ക് ആഴം കൂട്ടുക. വേണ്ടാത്തവർക്ക് ടൈപ്പ് ചെയ്യുമ്പോ, വേണ്ടാത്തത് കാണുമ്പോ, വേണ്ടാത്തത് ചിന്തിക്കുമ്പോ യേശുവിന്റെ മുറിവിന് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പൊ പാപികളെ മാത്രമാണോ യേശുവിനെ മുറിപ്പെടുത്തിയത്? യേശുവിന്റെ ചങ്കത്ത് കൊണ്ട് നടക്കുന്ന നമ്മളും എന്ത് ചെയ്യുമായിരുന്നു? മുറിപ്പെടുത്തുമായിരുന്നു. ചേച്ചിക്ക് അറിയാം, മക്കൾക്ക് ഇത് അറിവില്ലാഞ്ഞിട്ടായിരുന്നു. അറിയാമോ ഈ കാര്യം നേരത്തെ? അറിയത്തില്ലെന്ന് പറയല്ലേ മക്കളെ. ഞായറാഴ്ച ഒന്നുമില്ല, ഒരു വട്ടമെങ്കിലും പാസ്റ്റർ കത്രമേശ നടത്തി നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? ഒരു വട്ടമെങ്കിലും പാസ്റ്റർ കത്രമേശ നടത്തിയിട്ടില്ലേ സഭകളിൽ? അന്ന് പാസ്റ്റർ വിശദമായിട്ട് ഇതൊക്കെ പറഞ്ഞു തന്നതല്ലേ? അപ്പൊ നമുക്ക് അറിയത്തില്ലെന്ന് പറയാൻ പറ്റുമോ? അറിഞ്ഞിട്ട് നമ്മളീ കാണിച്ചപ്പോ മോശമല്ലേ? ഇപ്പൊ എല്ലാവരും ഒന്ന് മുട്ടയിലിരുന്നേ. ഇന്നലെ വരെ ചെയ്തത്, അറിഞ്ഞോ അറിയാണ്ടോ ചെയ്തത് വിട്ടേക്കും. അറിഞ്ഞോ അറിയാണ്ടോ ചെയ്ത യേശുവിനെ എന്ത് ചെയ്യും? ക്ഷമിക്കും. പക്ഷെ ഇന്ന് മുതൽ നമ്മുടെ ഫോൺ വിശുദ്ധമായിരിക്കണം. മനസ്സിലായോ? നമ്മുടെ ഫോൺ എന്തായിരിക്കണം? വിശുദ്ധമായിരിക്കണം. അറിയാത്ത പെൺപിള്ളേർക്ക് ചുമ്മാ ചാറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അറിയാത്ത ആമ്പിള്ളേർക്ക് ചുമ്മാ ചാറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നമ്മളെ കട്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തിയ നമ്മുടെ മാതാപിതാക്കളെ പോകാൻ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മുടെ ദൈവസഭയെ നമ്മൾ നാളെ കെടുത്താൻ പാടില്ല. മനസ്സിലായോ? നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. ഇന്ന് നമ്മുടെ ഫോൺ വിശുദ്ധമായിരിക്കണം. ഇന്ന് നമ്മുടെ ടൈപ്പിംഗ് വിശുദ്ധമായിരിക്കണം. ഇന്ന് നമ്മുടെ ചാറ്റിംഗ് വിശുദ്ധമായിരിക്കണം. ഇത് ഉറപ്പുള്ളവർ മാത്രമേ കണ്ടടിച്ച് പ്രാർത്ഥിക്കുള്ളൂ. ചുമ്മാ പ്രാർത്ഥിക്കാൻ നിൽക്കല്ലേ. ഇത് കാണുന്ന യേശുവിനുണ്ട്. ഉള്ളിൽ നീയൊക്കെ എങ്ങനെ ഇരിക്കുന്നത് കാണുന്ന യേശുവിനുണ്ട്. സീരിയസ് ആണെങ്കിൽ മാത്രമേ മുട്ടലിരിക്കാവുള്ളൂ. അതൊക്കെ മുട്ടലിരിക്കണ്ട. ഒന്ന് കണ്ണടച്ചത് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് വിലയിരുത്തി നോക്കി കഴിഞ്ഞ കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു? യേശുവിന്റെ മുറിവിൽ എത്രത്തോളം ആഴം കൂട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി. കാണാൻ കൊള്ളാവുന്ന ചേച്ചിമാരെ, കാണാൻ കൊള്ളാവുന്ന ചേട്ടന്മാരെയൊക്കെ കണ്ടപ്പോ അതിനകത്തൊക്കെ ചിന്തിച്ചു നോക്കി, ആലോചിച്ച് നോക്കി. നമ്മുടെ കണ്ണി കൊണ്ട്, നമ്മുടെ കാത് കൊണ്ട്, നമ്മുടെ ചെവി കൊണ്ട് എന്തൊക്കെ തെറ്റുകളാണ് നമ്മൾ ചെയ്തത്? യേശുവിനെ രക്ഷകൻ കർത്താവുമായി സ്വീകരിക്കുന്നതിന് മുമ്പ് ചെയ്തതാണോ ഇപ്പൊ ചെയ്യുന്നതാണോ ഏറ്റവും വലിയ പാപം? ഇതുവരെയുള്ള ജീവിതം പോലെയല്ല. നമ്മുടെ കർത്താവ്
ചുറ്റുവടുക്കലായിരിക്കുകയാണ്. ഏത് നിമിഷവും കാരണം നമുക്ക് വേണ്ടി മുഴങ്ങും. ആ സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ പോകും, നമ്മുടെ സഭയിലെ പാസ്റ്റർമാർ പോകും, കുഞ്ഞുകുട്ടികൾ പോകും. ഇവരൊക്കെ പോയിട്ട് നമ്മളെ മാത്രമേ അവർ ഭൂമിയിലിരിക്കുന്ന അവസ്ഥ ആലോചിച്ചോക്കണം. തിരിച്ചു പോകുന്ന നിത്യമായ നരകത്തിലോട്ടാണ്. അവിടെ കെട്ടാത്ത തീയുണ്ട്, ചാകാത്ത പുഴുവുണ്ട്. ഇത്രയും നാൾ നമ്മൾ കൈകൊട്ടി പാടിയിട്ട് അവസാനം അങ്ങനെ ആവണം എന്നുള്ളവരാണ് ഈ പ്രാർത്ഥിക്കേണ്ടത്. ഇതുവരെ നിങ്ങൾ സന്തോഷിച്ചു, ഇതുവരെ നിങ്ങൾ ജീവിതം ഒത്തിരി ആസ്വദിച്ചവരാണ്. ജീവിതം ആസ്വദിക്കുന്നതിനേക്കാൾ വലിയ കർത്താവിനെ സേവിക്കുന്നതാണ്. കർത്താവിനെ മാത്രം ജീവിക്കാം. അതത്ര റിസ്ക്കുള്ള പണിയല്ല മക്കളെ, സിമ്പിളാണ്. കർത്താവിനെ സേവിക്കുന്ന അത്ര പാടുപിടിച്ച പണിയൊന്നുമല്ല, വളരെ സിമ്പിളാ കർത്താവിനെ സ്നേഹിക്കാൻ. കർത്താവ് ഒറ്റ കാര്യം കുറിച്ച് പറഞ്ഞോളൂ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും. ആ രണ്ടാമത്തെ കാര്യം നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ കാര്യം ചർച്ചിന്റെ അകത്തിരിക്കുമ്പോൾ പോലും മൊബൈലിൽ ചാറ്റ് ചെയ്യുന്നവരല്ലേ നമ്മൾ? ചർച്ചിനകത്ത് ഇരിക്കുമ്പോൾ പോലും നാളത്തെ കാലത്ത് ചിന്തിക്കുന്നവരല്ലേ നമ്മൾ? ചർച്ചിനകത്ത് ഡെഡിക്കേഷൻസ് നടക്കുമ്പോൾ, ചർച്ചിനകത്ത് പ്രസംഗങ്ങൾ നടക്കുമ്പോൾ അത് നമ്മളെ ബാധിക്കാത്ത വിഷയം പോലെ കാണുന്നവരല്ലേ നമ്മൾ? ഇതൊക്കെ പാപമാ മക്കളെ, ഇതൊക്കെ തെറ്റാ മക്കളെ. യേശുവിന്റെ ക്രൂശിലാണ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കേ. കാൽവരിയുടെ ക്രൂശിൽ നമുക്ക് വേണ്ടി രണ്ട് കരങ്ങളും ആണിമേൽ, രണ്ട് കാലുകളും ആണിമേൽ, തലയിൽ മുൾക്കിരീടം വെച്ച് എന്തിനായിരുന്നു? സ്വർഗത്തിന്റെ മഹോന്നതയിൽ വസിക്കുന്ന യേശുക്രിസ്തു എന്തിനാ താഴോട്ടേക്ക് വന്നത്? നമ്മളെ ചേർക്കാൻ, നമ്മളെ രക്ഷിക്കപ്പെടുത്താൻ, നമ്മളെ രക്ഷിക്കാൻ സാത്താന്റെ കയ്യിൽ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, സാത്താന്റെ വഴിക്ക് പോവുകയും ചെയ്യുന്നു. ഇത് ശരിയല്ല മക്കളെ, സത്യമായിട്ട് ഇത് ശരിയല്ല മക്കളെ. കർത്താവിന് പുറകിൽ നമ്മൾ ആഴം കൂട്ടുക. ഇന്ന് നമുക്കത് വേണ്ടെന്ന് വെക്കാം. ഇന്ന് മുതൽ കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരായി. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പാസ്റ്റർമാരെ പ്രസംഗിച്ചു, വീട്ടിലെ പപ്പായ വഴി പറഞ്ഞു, ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്നേരമൊക്കെ നിങ്ങൾ തട്ടിത്തെറിപ്പിച്ചത്. ഇന്ന് ലാസ്റ്റ് സ്നേഹ ചേച്ചി കൂടെ ഒന്നും കൂടെ നിങ്ങളോട് പറഞ്ഞു, ഇത് നിങ്ങൾ തട്ടിത്തെറിപ്പിച്ച അഗ്നിനെ പിടിച്ച കർത്താവ് നമ്മുടെ പുറകെ ഉണ്ടെന്ന് ഓർത്തോണം. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ മക്കൾക്ക്? നിങ്ങൾ മാത്രമേ കേൾക്കത്തുള്ളൂ. ടീച്ചേഴ്സോ അധ്യാപകരോ ആരും കേൾക്കത്തില്ല, സ്റ്റേജിൽ ഒട്ടും കേൾക്കത്തില്ല. യേശുക്രിസ്തുവുമായിട്ടൊരു അമേദ്യമായ ബന്ധത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ മക്കൾക്ക്? നമ്മുടെ ടീച്ചേഴ്സ് വിരോധമില്ലെങ്കിൽ ഒന്ന് ഫ്രണ്ടിലോട്ട് വരാവോ? നമ്മുടെ ടീച്ചേഴ്സ്, പഠിച്ച ടീച്ചേഴ്സ് ഒന്ന് ഫ്രണ്ടിലോട്ട് വരാവോ? ടീച്ചേഴ്സ് ബാക്കി എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടിരുന്നേ. മനസ്സ് കർത്താവിൽ കൊടുത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും ഇവർക്ക് വേണ്ടി, ആത്മാർത്ഥമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ പ്രാർത്ഥിക്കുമ്പോ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇവരെ തലമേൽ കൈവച്ച് ടീച്ചേഴ്സും നമ്മുടെ പാസ്റ്ററും ഒക്കെ പ്രാർത്ഥിക്കുമ്പോ മക്കളെ കണ്ണടച്ച് ശരിക്കും യേശുവിന്റെ ഹൃദയത്തിൽ ധ്യാനിച്ചത് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്ത തെറ്റുകൾ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ പോകാത്ത വഴികളിൽ കൂടെ പോയത്, ചെയ്യേണ്ടത് അറിഞ്ഞിട്ടും ചെയ്തത്, രുചിച്ചു നോക്കാൻ പാടില്ലാത്തതൊക്കെ രുചിച്ചു നോക്കിയവർ കാണും, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നവർ കാണും. ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പ. നാളെ മുതൽ ഈ വഴികളിലൊന്നും പോകാതെ കർത്താവിന്റെ കൃപയുടെ മറവ് ഞങ്ങളെ മറക്കണമേ അപ്പ. ഞാൻ കരുതാത്ത വഴികളെ ഞങ്ങളെ അയക്കരുതേ അപ്പ. ഞങ്ങളുടെ കൂട്ടുകാരോട് ശുദ്ധീകരിക്കണമേ അപ്പ. ഞങ്ങളുടെ സഭയോട് ശുദ്ധീകരിക്കണമേ അപ്പ. ഞങ്ങളുടെ പ്രിയ തലമുറകളെ എപ്പിച്ച് അവിടെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടാവേ. ഞങ്ങളുടെ മാതാപിതാക്കൾ എടുത്ത കറുത്ത വേണ്ട പുസ്തകം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വെടിക്കേണ്ടതിന്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കരുതലുകളെ ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു.
ഈ ദിവസങ്ങളിൽ ചിലപ്പോ ഒരു പക്ഷേ വീട്ടുകാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവാം, നിന്നെ വേണ്ട, നീ കൊള്ളത്തില്ല, ബാക്കിയുള്ളവരെ പോലെ അല്ല മക്കൾ. പക്ഷെ മക്കൾ ചേച്ചി കാര്യം പറയട്ടെ, അങ്ങനെ പറഞ്ഞവരെ കർത്താവ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ദാവീദിന്റെ ജീവിതം നമ്മൾ പഠിച്ചല്ലേ, ദാവീദ് എത്രാമത്തെ മാനം അറിയാമോ? 8ാമത്തെ. അവരുടെ കാഴ്ചപ്പാട് പ്രകാരം 7 മക്കളെ വരെയുള്ളൂ നല്ലത്. 8ാമത്തേത് റോങ് ആയിട്ട് ജനിച്ച ഒരു കുഞ്ഞെന്ന രീതിയിൽ ദാവീദിനെ കൺസിഡർ ചെയ്തപ്പോൾ കർത്താവിനെ ആരാണ് തന്നതെന്ന് അറിയോ? ഇസ്രായേലിന്റെ രാജാവായിട്ട്. മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മുടെ പേരൻസ് പറയുമായിരിക്കും നമ്മളെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല, നമ്മുടെ കൂട്ടുകാർ പറയായിരിക്കും, നമ്മുടെ നാട്ടുകാർ പറയായിരിക്കും, ടീച്ചേഴ്സ് പറയായിരിക്കും. പക്ഷെ നമ്മുടെ ടീച്ചർ കാര്യം പറയട്ടെ, തള്ളപ്പെട്ടവരെ എന്നും സെലക്ട് ചെയ്തൊരു ദൈവമാണ്. ആരൊക്കെ തള്ളി നിർത്തിയാൽ, ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാതെ. മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാത്രിയിൽ പൊട്ടിക്കരഞ്ഞു കിടന്ന് ഉറങ്ങുന്നെന്ന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നത് എന്താ കാരണം അറിയാമോ? പൊട്ടിക്കരഞ്ഞവരടുക്കൽ അർദ്ധരാത്രി ദൈവസാന്നിധ്യം വരുന്നതാണ്. ആ യേശുക്രിസ്തു നമ്മളെ കെട്ടിപ്പിടിക്കുന്നതിന് സുഖമാണ് നമ്മൾ അർദ്ധരാത്രി കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത്. കരഞ്ഞ് ഉറങ്ങിയിട്ടുള്ളവർ കൈവന്നില്ലേ? രാത്രിയിൽ കരഞ്ഞ് ഉറങ്ങിയിട്ടുള്ളവർ അർദ്ധരാത്രിയിൽ ഉറങ്ങുന്നതിന് എല്ലാവർക്കും സുഖം തോന്നിയിട്ടില്ലേ? എല്ലാവർക്കും സുഖം തോന്നിയിട്ടില്ലേ? അതിന്റെ റീസൺ എന്താ പറയോ? ബൈബിളിൽ ഒരു വാക്കുണ്ട്, ഹൃദയം തുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ഇപ്പൊ രാത്രി നിങ്ങൾ കണ്ടപ്പോ ആര് വന്നിട്ടുണ്ട്? യേശുക്രിസ്തു വന്നിട്ടുണ്ട്. നിങ്ങൾ കരഞ്ഞ് എന്തിനാ യേശുക്രിസ്തു എത്തിയിട്ടുണ്ട്? നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ നാളെ അതിന്റെ മറുപടികൾ നമ്മുടെ കണ്ണിലൊക്കെ കാണുക തന്നെ ചെയ്യും. ഇനി എല്ലാവരും തിരിച്ചു വന്ന് നോക്കി, എല്ലാവരും തിരിച്ചു വന്ന് നോക്കി. നോർമലി ഇരുന്നു മക്കൾ, നോർമലി ഇരുന്നു, സാധാരണ ചേച്ചി കാര്യം ചോദിച്ചോട്ടെ. ചേച്ചി മനഃപൂർവ്വം കരയിപ്പിക്കാൻ വേണ്ടിയോ മനഃപൂർവ്വം വേറൊരു ലോകവും കൊണ്ടാൻ വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞല്ല. നിങ്ങൾക്ക് അറിയത്തില്ലാത്ത വലിയ സത്യമുണ്ട്. നിങ്ങളുടെ പേരൻസ് ഇല്ലേ, മാതാപിതാക്കള്, നിങ്ങളെ എത്ര തള്ളി കളഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മമാര് മൊത്തം പ്രസവിച്ച നിങ്ങളുടെ അമ്മമാരുണ്ടല്ലോ, രാത്രി നിങ്ങൾക്ക് വേണ്ടി ചുമക്ക് പൊട്ടി കരയും. അറിയോ? രാത്രി നിങ്ങൾ ഒത്തിരി കരയുന്നവരാണ് നിങ്ങളുടെ പേരൻസ്. അറിയത്തില്ല. പേരൻസ് ആയിട്ടുള്ളവർ പുറകിരിക്കുന്നവർ. സത്യമാണോ ഞാൻ പറഞ്ഞത്? സത്യമാണോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ കരയാത്തവരാണെങ്കിൽ കൈവക്കണം, കരഞ്ഞവരാണെങ്കിൽ കൈവയ്ക്കുക. തലമുറക്ക് വേണ്ടി രാത്രി ഇവരെ അറിയാതെ കരഞ്ഞവരാണെങ്കിൽ കൈവയ്ക്കുക. കണ്ടോ? കണ്ടോ? വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്നല്ല, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ രാത്രിയിൽ പൊട്ടി കരയുന്ന പേരൻസിനെ നമ്മൾ കണ്ടിട്ടില്ല പലപ്പോഴും. ആ സിറ്റുവേഷനിൽ എത്തുമ്പോ മനസ്സിലാവും എന്തിനാ കരയുന്ന പറയോ പേരൻസ്. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോവരുതേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മുദ്രയിടണമേ, കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് പേരൻസ് കരയുന്നതിന്റെ ആ ഒരു പ്രാർത്ഥനയുടെ ശക്തിയാണ് നമ്മളെ നിങ്ങൾ തകർന്നു പോകാൻ പിടിച്ചു നിൽക്കുന്നത്. അവിടെ നിങ്ങൾ വണ്ടിയുടെ ബലമാണെന്ന് ആലോചിക്കുന്നുണ്ടോ? യാത്ര ചെയ്ത വണ്ടിയുടെ ബലത്തിലാണ് നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നത് ആലോചിക്കുന്നുണ്ടോ? ഒരിക്കലും അല്ല. ഹെൽമെറ്റിന്റെ ബലത്തിലാണോ നിൽക്കുന്നത്? അല്ല. ഡ്രസ്സിന്റെ ബലത്തിലാണോ നിൽക്കുന്നത്? ഒരിക്കലും അല്ല. പേരൻസിന്റെ പ്രാർത്ഥനയുടെ ഒറ്റ ശക്തിയിലാണ് നിന്ന് പോകുന്നത്.